എന്നാ ഇതാ കിടക്കണം മാനുവിന്റെ വീട്ടിലെ താറാവ് കേട്ടോ. ഓന്റെ വീട്ടിലൊരു മനുഷ്യല്ലാന്ന് പറഞ്ഞു. പെണ്ണുങ്ങളും കുട്ടികളൊക്കെ മലമ്പോയിക്ക് വയ്ക്കാത്രേ. അതും പറഞ്ഞാണ്ടാണ് രാവിലത്തെ കോളന്നെ. വേറെ ഒന്നും നോക്കിയില്ല. താറാവെങ്കിൽ താറാവ് ഒരു ഞായറാഴ്ച കിട്ടിയല്ലേ തന്നെ. താറാവ് ആയതുകൊണ്ട് വലിയ ഇറക്കടില്ല. കോയിന്റെ പോലെ വല്ലാട്ടൻ വട്ടം കറക്കിയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കൈക്കലാക്കിട്ടോ. അല്ല കൈക്കലാക്കിയോണ്ട് കാര്യമില്ല. ഇത് അറക്കാനും നന്നാക്കാനും വേറെ ആരും മുന്നിൽ ഇറങ്ങണമില്ല. അവസാനം ഞാൻ തന്നെയാണ് മെനക്കെടേണ്ടി വന്നു. അസല നമ്മളെ സാധനം കൊട്ടിയിലായില്ലേ പോ. ഇതെന്താട്ടുണ്ട്? ഇതാണ് നമ്മളെ ചില്ലീസിന്റെ പണ്ടാരിയാണ് അർസല്. നമ്മളെ മുത്താണ്. ഇതെന്താ ചെയ്യാൻ കൈകാര്യം ചെയ്തോളാം. അപ്പൊ അർസലെ ബിസ്മില്ലാ തുടങ്ങിക്കോ. ഒന്നും നോക്കാതെ അപ്പൊ അത് എന്തായാലും സംഗതി നമ്മള് സൈസാക്കി കൊട്ടയിലാക്കി ചട്ടിയിലും ആക്കിയിട്ടുണ്ട്. റെഡി ആയിട്ട് കാണാം. എങ്ങനെ നമ്മളെ ചെറുക്കന്റെ വീട്ടിലത്തെ താറാനെ നമ്മളോട് സൈസ് ആക്കിയിട്ടുണ്ട്. അതെന്തായാലും ചട്ടിയിലായി. നല്ല അടിപൊളി വെള്ളച്ചോറ്. അതെ അർസൽ എന്താ പറയല്ലേ? എന്താ അഭിപ്രായം? അപ്പൊ അടിപൊളി ചിക്കനല്ല, അപ്പൊ അടിപൊളി താറാവ് റോസ്റ്റ്. പൊളി എന്ന് പറഞ്ഞാൽ പോരാ, പൊളി. ഇവിടെ വൈബ്. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് കുക്കിംഗ്. അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ അർസലെ. ഒരു രക്ഷയില്ലാത്തൊരു താറാവിന്റെ താറാവ് കാണണ്ടേ. രണ്ടാൾക്ക് കാണണ്ട അർസലെ. സത്യം അടിപൊളി സാധനം, ഒന്നും പറയല്ല. വേറെ വൈബ് എന്ന് പറയാൻ സാധനം കാലിയായി. അതിന്റെ എല്ലുകളും കാര്യങ്ങളൊക്കെ അടിപൊളി സാധനം തന്നെയാണ് അല്ലേ? ഏയ് അടിപൊളി സുബേറ. അതാണ്